ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ ബാൻഡ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അതിനാവശ്യമായ ക്ലോത്തുകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഞാനിവിടെ 35 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയും ഉള്ള നെറ്റിൻ്റെ പീസുകൾ ആണ് എടുത്തിട്ടുള്ളത്. ഇവയെല്ലാം പ്ലീറ്റ് ഇട്ട് നമുക്ക് ചുരുക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ലൈനിങ്ങിൻ്റെ ക്ലോത്ത് 4 ഇഞ്ച് വീതിയിലും 12 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു പീസും ഇലാസ്റ്റിക് ഇടാനായിട്ട് 1.5 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിൽ 14 ഇഞ്ച് നീളത്തിലും ഉള്ള ഒരു പീസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക് 7 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയുമുള്ള ഇലാസ്റ്റിക്കുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ക്ലോത്തുകളെല്ലാം ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലോങ് സ്റ്റിച്ചായിട്ട് ചുരുക്കിയിട്ടെടുക്കാം. അതും അല്ലെങ്കിൽ സാധാ ഒരെണ്ണം ചെയ്യണ മാതിരി ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ടും ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ലൈനിങ് പീസിനെ അരികു വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ എലാസ്റ്റിക്കിൻ്റെ ക്ലോത്തും എടുത്ത് അതും മടക്കിയിട്ട് അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് എലാസ്റ്റിക് 2 പീസുകളും ഇവിടെ അരികു വശം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പിന്നെടുത്തിട്ട് അതിനെ ഒന്ന് ഉൾവശത്തു കൂടി ഒന്ന് എടുത്ത് നല്ല വശം എടുത്തിടാം. ഒന്ന് തിരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉൾവശം നല്ല വശം പുറത്തേക്കാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇലാസ്റ്റിക്കിനെ നമുക്ക് ഉള്ളിലേക്ക് കോർത്തെടുക്കാം. ഇലാസ്റ്റിക്കിനെ കോർക്കുമ്പോൾ അതിൻ്റെ അറ്റങ്ങൾ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രില്ലിട്ട ക്ലോത്തുകളൊക്കെ എടുത്ത് ലൈനിങ് പീസുമ്മേ വെച്ചിട്ട് കൊടുക്കണം. അതിന് മുൻപായിട്ട് ഇലാസ്റ്റിക്കിനെ അതിൻ്റെ ഒരു വശത്ത് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വശം തയ്ച്ചെടുത്തിട്ടുണ്ട്. മറ്റേ വശത്തും അതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് നെറ്റിൽ പ്ലീറ്റ് ഇട്ടത് വെച്ചിട്ട് തയ്ക്കേണ്ടതുണ്ട് കേട്ടോ. അതും അല്ലെങ്കിൽ 2 വശത്തും സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് നെറ്റ് പീസുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഒരു റിസ്ക് ആവും. അപ്പോൾ ഇത് ആദ്യമേ നെറ്റ് ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമുക്ക് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി നെറ്റ് ക്ലോത്തിനെ എടുത്ത് 2 സൈഡിലും ലെയറാക്കിയിട്ട് 2 അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. കൂടുതൽ ലെയർ ഉണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ 2ഓ 3ഓ ഇനി 1 ലെയറാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല.
അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് ഒരു സൈഡിൽ വെക്കുന്നത്. അതുപോലെ മറ്റേ സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 2 സൈഡിൽ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ പ്ലീറ്റുകളെല്ലാം മറു സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് വേണം ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ അതിന്മേൽ കൂട്ടിയടിച്ച് പോവരുത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 2 സൈഡിലും 3 ലെയറായിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇലാസ്റ്റിക് ഈ സൈഡിലും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ് പൂർത്തിയായി. അപ്പോൾ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.